Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 17.2 ന്റെ ബീറ്റ 2 ഇപ്പോൾ നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 581.2 MB-ലാണ് എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. മിക്കവാറും ഒരു 700-800 MB-ലായിരിക്കും ഈ പറഞ്ഞ അപ്ഡേഷൻ 15 Pro Max വരെയുള്ള ഡിവൈസുകൾക്ക് നമുക്ക് വരാനുള്ള ചാൻസ്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 17.2 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 10.2 beta 2 release ഉണ്ട്. macOS 14.2 beta 2 release ഉണ്ട്. tvOS and HomePodOS 17.2 beta 2 നമുക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ iOS 17.2 ബീറ്റ 2 വിശേഷങ്ങൾ പറയാൻ തൊട്ടു മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 17.2 21C 5040G എന്ന്. നമുക്ക് ഇനിയും 2-3 അപ്ഡേറ്റ്സ് ഉണ്ടാവും ഈ പറഞ്ഞ iOS 17.2 ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കാനായിട്ട്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ iPhone 15 Pro സീരീസ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്കാണ് ഈ ഒരു മാറ്റം ഇനി യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നേരെ താഴത്തേക്ക് പോകാം. സെറ്റിങ്സിൽ അവിടെ നമ്മുടെ ക്യാമറ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ iPhone 11 ആയതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യങ്ങൾ ഫോർമാറ്റ്സിൽ കാണിക്കുന്നില്ല. പക്ഷേ 15 Pro Maxൽ ഇനി മുതൽ നമുക്ക് സ്പേഷ്യൽ വീഡിയോ റെക്കോർഡിംഗ്, നമ്മുടെ ഈ പറഞ്ഞ വിഷൻ പ്രോന് വേണ്ടിയുള്ള ആ ഒരു സ്പേഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ നമുക്കിനി മുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല 3D ഡയമെൻഷനിൽ നമുക്ക് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ ഏകദേശം 1 മിനിറ്റിന് 130 MB വരെ ആ ഒരു വീഡിയോന് സൈസ് വരാമെന്നാണ്. അതേപോലെ ക്യാമറ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഈ ഒരു സൈഡിൽ 15 പ്രോൻ്റെയൊക്കെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വിഷൻ പ്രോൻ്റെ ഒരു പുതിയ ടോഗിളും കാണാൻ പറ്റുന്നതാണ്. പിന്നീട് വരുന്ന മാറ്റം നമ്മുടെ ഈ പറയുന്ന ഫോട്ടോസ് ആപ്പിൽ നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഈ ഒരു മീഡിയ ടൈപ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. മീഡിയ ടൈപ്സിൽ ഇനി മുതൽ നമ്മൾ സ്പേഷ്യൽ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പേഷ്യൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും അല്ലെങ്കിൽ സ്പേഷ്യൽ എന്ന് പറഞ്ഞ ചെറിയൊരു ആൽബം നമുക്ക് ഇനി മുതൽ കാണാൻ പറ്റുന്നതാണ്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ സെറ്റിങ്സിൽ തന്നെയാണ്. സെറ്റിങ്സിൽ നമ്മൾ നേരെ പൊക്കത്തേക്ക് പോയിട്ട് ജനറൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജനറൽ ഓപ്ഷനിൽ നമ്മുടെ എബൌട്ട്സിൽ കണ്ടിരുന്ന കവറേജ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ വേറൊരു സെക്ഷനായിട്ട് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ ഈ iPhone 11 ആയിട്ട് പെയർ ചെയ്തിരിക്കുന്ന ഓരോ ഡിവൈസുകളുടെ ലിസ്റ്റ് കാണിക്കാൻ പറ്റും. അതേപോലെ ആ ഡിവൈസിൻ്റെ വാറൻറ്റി കണ്ടിട്ടുണ്ടോയെന്നും ഇവിടെ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. അടുത്ത വരുന്ന മാറ്റം നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലാണ്. നേരെ നമ്മുടെ സെറ്റിങ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷൻസ് പോവാം. ആ ഒരു ഓപ്ഷൻ എടുത്ത് നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ സെൻസിറ്റീവ് കോണ്ടന്റ് വാർണിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എടുക്കുക. ഇവിടെ നമ്മുടെ സെൻസിറ്റീവ് കോണ്ടന്റ് വാർണിംഗ് ഓഫാണ്. ഓൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു സെൻസിറ്റീവ് കോണ്ടന്റ് വാർണിംഗ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ മെസ്സേജസ്, അതേപോലെ മെസ്സേജസ്, കോണ്ടാക്ട്, എയർ ഡ്രോപ്പ്. ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂഷ്വലായിട്ട് ഷെയർ ചെയ്യുന്നൊരു ഓപ്ഷനാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷേ കോണ്ടാക്റ്റിൽ എന്തിനാണ് ഈ പറഞ്ഞ സെൻസിറ്റീവ് കോണ്ടന്റ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ചില ആൾക്കാരുടെ ന്യൂഡിറ്റി ഫോട്ടോ ആയിരിക്കും ആ ഒരു വ്യക്തി ചിലപ്പോൾ കോണ്ടാക്ട് പോസ്റ്ററായിട്ട് ഇടുന്നത്. ഇവിടെ ഇല്ലെങ്കിലും പുറത്തൊക്കെ അങ്ങനെ ഒരു കോണ്ടാക്ട് പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളോ ബാക്കി ആരാണെങ്കിലും ഈ ഒരു ഫോൺ നോക്കുമ്പോൾ ആ ഒരു കോണ്ടാക്ട് പോസ്റ്റർ കാണാതിരിക്കാൻ വേണ്ടി ഈ ഒരു സെൻസിറ്റീവ് കോണ്ടന്റ് വാർണിംഗ് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ നെയിം ഡ്രോപ്പ് നമ്മൾ യൂസ് ചെയ്ത് ആ ഒരു റിസീവറിന് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റിൽ നിന്ന് ആ ഒരു ന്യൂഡിറ്റി ഫോട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലിറ്റ് ഫോട്ടോ നമുക്ക് ബ്ലേഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് കോണ്ടാക്ട്സ് എന്ന ഓപ്ഷൻ ആപ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ സിറിയിലാണ്. സിറിയിൽ ഇനി മുതൽ നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാട്ട്സ് മൈ കറണ്ട് ഓൾട്ടിറ്റ്യൂഡ്? ഇവിടെ നമുക്ക് കാണുന്നുണ്ട് എബൌട്ട് 37 feet above the sea level. ആക്ച്വലി നമ്മുടെ ഈ പറഞ്ഞ സിറി അത് പ്രൊനൗൺസ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ചിലപ്പോൾ വരുന്ന അപ്ഡേറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ എന്തെങ്കിലും ഒരു ബഗ് കാരണമായിരിക്കും
ആ റിസൾട്ട് സിറി പ്രൊനൗൺസ് ചെയ്യാതെ കറക്റ്റായിട്ട് പറഞ്ഞാലും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇത് ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഈ പറഞ്ഞ ഓൾട്ടിറ്റ്യൂഡ് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ അടുത്ത വന്ന മാറ്റം നമ്മുടെ ഈ പറഞ്ഞ ETA ചെക്ക് ചെയ്യാൻ പറ്റും. ETA എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ടൈം ടു അറൈവ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ മാപ്സിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് സിറി ഉപയോഗിച്ച് ETA യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ETA ടു മൈ വർക്ക്. ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ ഇവിടെ 2 വർക്ക് അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. നമ്മുടെ കറണ്ട് വർക്ക് അഡ്രസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ETA സിറി ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ഫീഡ്ബാക്ക് ആപ്പിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫീഡ്ബാക്ക് ആപ്പിൽ നമ്മുടെ iOS ആൻഡ് iPadOS 17.2ൻ്റെ ബീറ്റ 2 ഓപ്ഷൻസ് അല്ലെങ്കിൽ റിലീസ് നോട്ട് നമുക്ക് നോക്കാം. ഇവിടെ എയർ ഡ്രോപ്പിന് തന്നെ നോൺ ഇഷ്യൂസ് ആപ്പിൾ പറയുന്നുണ്ട്. സെൻഡ് ചെയ്യുന്ന എയർ ഡ്രോപ്പ് ചിലപ്പോൾ റിസീവ് ആവാതിരിക്കണം, അതേപോലെ ഫെയിൽ ആവാനുള്ള കാരണം ഇവിടെ ഉണ്ട്. അത് ആപ്പിൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നോൺ ഇഷ്യൂസിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആപ്പിൾ മ്യൂസിക്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് എല്ലാ iOSലും WatchOS, tvOS എന്നീ പറഞ്ഞ ഡിവൈസിൽ സിങ്ക് ആവാതിരിക്കാനുള്ള ചാൻസും ആപ്പിൾ മ്യൂസിക്കിലുണ്ട്. ഇവിടെ റിസോൾവ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. നമ്മുടെ കോൺടാക്ട് കീ വെരിഫിക്കേഷൻ്റെ ന്യൂ ഫീച്ചേഴ്സ് ആപ്പിളോട് കൊടുത്തിട്ടുണ്ട്. റിസോൾവ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് കീ വെരിഫിക്കേഷൻ എന്താണ് നമ്മുടെ ബീറ്റ 1ൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ കാണുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ ഓരോ ആപ്ലിക്കേഷൻസിനും അല്ലെങ്കിൽ ഓരോ മാറ്റങ്ങളുടെയും നോൺ ഇഷ്യൂസും അതേപോലെ റിസോൾവ് ഇഷ്യൂസും ആപ്പിൾ ഈ പറഞ്ഞ റിലീസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേറൊരു ബഗ് നിങ്ങൾക്ക് ഈ പറഞ്ഞ iOS 17ൻ്റെ ബീറ്റ 2ൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിന് ഫീഡ്ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമാണ് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആപ്പിളിന് ആ ഒരു ബഗ് അഡ്രസ്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ iOS 17.2 ബീറ്റ 2ൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത് വലിയ ബഗ്ഗോ ക്ലട്ടറിങ്ങോ ആസ് ഓഫ് നോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി പോകെയാണ് എനിക്ക് ആ ഒരു ബഗ്ഗുകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് എനിക്ക് ഇവിടെ വരുന്ന ബഗ്ഗുകളെന്ന് മനസ്സിലാവുക. ചില ആപ്സൊക്കെ ഓപ്പൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ 3-4 ദിവസം യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുക. അതേപോലെ തേർമൽ ഇഷ്യൂ ഇത്ര നേരം ഞാൻ ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് തേർമൽ ഇഷ്യൂ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആപ്പിൾ നല്ല രീതിക്ക് തേർമൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ iOS 17 iPhone 15 ഇറങ്ങിയപ്പോൾ നല്ല ചൂടാകുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ആപ്പിൾ നല്ല രീതിക്ക് ഹീറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇനി നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ iOS 17.2ൻ്റെ ഈ ഒരു ബീറ്റ 2 യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതൊരു 3-4 ദിവസം യൂസ് ചെയ്താൽ മാത്രമാണ് പറയാൻ പറ്റുക. പക്ഷേ ലാസ്റ്റ് നമ്മുടെ ഡിവൈസിൽ റൺ ചെയ്ത iOS 17.2 ബീറ്റ 1ൻ്റെ ആ ഒരു ബാറ്ററി പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ ഡീസൻ്റായ ഒരു ബാറ്ററി പെർഫോമൻസ് എനിക്ക് ലഭിച്ചു. അത്ര വാവ് ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് അല്ല, പക്ഷേ എനിക്ക് ഡീസൻ്റായുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് ലഭിച്ചത്. ലാസ്റ്റ് 10 ഡേയ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി പെർഫോമൻസ് എനിക്ക് സ്ക്രീൻ ഓൺ ടൈമിൽ തന്നെ ലഭിക്കുന്നുണ്ട്. 8 മണിക്കൂറും 34 മിനിറ്റുമാണ് എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത്. അതേപോലെ സോഷ്യൽ മീഡിയയും എൻ്റെ ഈ പറഞ്ഞ സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ്സ് ആപ്പും അത്യാവശ്യം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ ബഗ്ഗുകളോ കാര്യങ്ങളോ എനിക്ക് ബാറ്ററിയിൽ ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ മാക്സിമം കപ്പാസിറ്റി 82ലേക്ക് വന്നിട്ടുണ്ട്. ഇത് 80 ഒക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള മെസ്സേജ് എനിക്ക് വന്നു തുടങ്ങുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 17.2ൻ്റെ ബീറ്റ 2ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാനാണ്. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നമ്മുടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിലിരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഷോർട്ട് വീഡിയോ.
This is Abin Xavier signing from Evika.